ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോൾ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടക്കുകയാണ്. സുസുക്കിയുടെ വിക്ടോറിയസ് ആ ഒരു വണ്ടിയുടെ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അനീഷ് ആ ടാസ്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ ഒന്നുകൂടി എടുത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അതികഠിനമായ ഒരു ടാസ്ക് ആയിരുന്നു. ആദ്യം കണ്ടപ്പോ മറ്റേ നാരങ്ങ സ്പൂൺ എന്നൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും പിന്നീട് കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്കെയിലാണ്. പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലിന്റെ മുകളില് 5 ഡൈസ് വെച്ചിരിക്കുകയാണ്. അത് ബാലൻസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം. അതായിരുന്നു ടാസ്ക്. പിന്നെ ആ കൂട്ടത്തിൽ ബിഗ് ബോസിന്റെ മെന്റൽ സ്ട്രെസ്, ബിഗ് ബോസ് പ്രഷറിൽ ആഴ്ത്തിയത് വേറെയും ഉണ്ട്. അപ്പോൾ അത്രയും സ്ട്രെസ്സിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. അനീഷിന് എന്താ പറ്റിയെന്നുള്ളത് ആങ്സൈറ്റിയാണ്, പ്യൂർലി ആങ്സൈറ്റി അറ്റാക്ക് ആണ്, പാനിക് അറ്റാക്ക് ആണ് അനീഷിന് സംഭവിച്ചത്. അത് ഒന്നാമത് ആ ഫാമിലി ഫോട്ടോ അത് കണ്ടപ്പോൾ തന്നെ അനീഷിന്റെ പാതി ഗ്യാസ് പോയി. പിന്നെ ഈ ഒരു ടാസ്ക് ഇത് 1 തവണ 2 തവണ 3 തവണയൊന്നുമല്ല, 5-8 തവണ അനീഷ് ഇത് താഴെ വീഴ്ത്തുന്നുണ്ട്. എന്നിട്ടാണ് അനീഷ് ഇത് പൂർത്തിയാക്കുന്നത്. എന്നിട്ട് പോലും അനീഷിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. അബീഷും അതേപോലെ അനീഷിന്റെ അമ്മയും കൂടി വന്നിട്ടാണ് അനീഷിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ ആക്ടിവിറ്റി ഏരിയയുടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ഞാനിത് റെക്കോർഡിങ് വീണ്ടും എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇത് ഇത്രയും തവണ അനീഷ് അത് പരിശ്രമിച്ചതിന് ശേഷമാണ് അനീഷിന് ആ ഒരു ടാസ്ക് കിട്ടിയത്. ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ടാസ്ക് ഒക്കെ എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ആയിട്ടോ വല്ല കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ക്യാപ്റ്റൻ ആയേനെ. ഇത് ഷാനവാസ് ശരിക്കും നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് പോയതാണ് എന്നെ ഏറ്റവും ഞെട്ടിച്ചത് കേട്ടോ. ഷാനവാസ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2ാമത്തെ 3ാമത്തെ അറ്റംപ്റ്റിൽ ഷാനവാസിന് ഇത് കിട്ടുന്നുണ്ട്. എന്നിട്ടാണ് ഷാനവാസ് പോകുന്നത്. എന്തായാലും ഒരു 7ന്റെ പണി തന്നെയായിരുന്നു ഇത്. വല്ലാത്ത ജാതി ഒരു പണി തന്നെയായിരുന്നു. അനീതിയായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബിന്നിയുടെ ഹസ്ബൻഡ് വരുന്നതായിട്ട് ഒരു പ്രോമോ വന്നിരുന്നല്ലോ. അത് സാധാരണ എൻട്രിയാണ്. വരവേൽക്കാനായിട്ട് ബിന്നി അവിടെ നിൽപ്പുണ്ട്. അവരുടെ സ്നേഹപ്രകടനം സംഭവം കണ്ടപ്പോൾ എനിക്കിതൊരു അനീതിയായിട്ട് ഫീൽ ചെയ്തിരുന്നു. അനീഷിനോട് ഷാനവാസിനോട് ഈ കാണിച്ചത് അത്രയും മെന്റൽ സ്ട്രെസ്സിലും ആ ഒരു പ്രഷറിലും ഒക്കെ സമ്മർദ്ദത്തിലാഴ്ത്തി ഇങ്ങനെ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇമോഷൻസിനായിട്ടാണല്ലോ ഇവർ ഈ ഒരു ഫാമിലി വീക്ക് നടത്തുന്നത്. നമ്മൾ ഇമോഷൻസ് കാണാനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് കാണാതെ ചുമ്മാ ഈ രീതിയിൽ ഒരു ടാസ്ക് കൊണ്ടുവച്ച് അതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.